രണ്ട്, ഫാമിലി അല്ലെങ്കിൽ ഫീൽ ഗുഡ് എന്ന് പറയുന്ന സിനിമ റിവ്യൂവേഴ്സ് പലപ്പോഴും യൂട്യൂബേഴ്സും കാര്യങ്ങളും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ഫീൽ ഗുഡിനെ ഇപ്പൊ ചെറുതായി കളിയാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഫീൽ ഗുഡ് ഒതുക്കി നിർത്തണ്ട, ഇത് ഫാം കോം ആണ്, ഫാമിലി കോമഡി. ഓക്കെ, അതാണ് ഡിഫറൻസ്. അടുത്ത ചോദ്യം. ഇല്ല, അടുത്ത ചോദ്യം ചോദിക്കുന്നത്, ഈ കഥാപാത്രങ്ങളെ ഒരു രീതിയിൽ നിന്ന് അടുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്. അതില് എല്ലാ കഥാപാത്രത്തിനും ഒരു തുടക്കവും അവസാനവും ഉണ്ടോ? അതിപ്പോ ഒരു ഒരു അല്ലാത്ത രീതിയിൽ നിന്ന് പോകുന്നത് അല്ല, എല്ലാ കഥാപാത്രങ്ങൾക്കും, ഇതിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു ആദ്യ മധ്യാന്തമുണ്ട്. അതോടൊപ്പം മാർക്കോസ് എന്ന കഥാപാത്രമായിട്ട് സായിയുടെ കണ്ണ് വെച്ചൊരു എക്സ്പ്രഷൻ ഉണ്ട്. ചുമ്മാ അല്ല അസീസ് പേടിച്ചത്. അപ്പോ മാർക്കോസിന്റെ ആ പവർ ഇത് സായികുമാർ മാത്രം ചെയ്യേണ്ട വേഷമാണ് എന്ന് നമുക്ക് തോന്നും. ഷറഫുദ്ദീന്റെ വേഷം കണ്ടാൽ ഷറഫുദ്ദീനാണ് ഇത് ചെയ്യേണ്ടത് എന്ന് തോന്നും. കല്യാണിയുടെ വേഷം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും കൊള്ളാമല്ലോ, മലയാള സിനിമയ്ക്ക് ഒരു നല്ല നായികയെ കിട്ടിയിട്ടുണ്ടല്ലോ. അതാണ് ഇതിന്റെ അസീസിന്റെ നല്ല കോമഡി. അസീസിനെ സംബന്ധിച്ചിടത്തോളം അസീസിന്റെ വളർച്ചയുടെ ഗ്രാഫ് ഞാൻ വളരെ അഭിമാനത്തോടെ നോക്കി കാണുന്ന ഒരാളാണ്. അസീസിന്റെ സെലക്ഷൻ ഓഫ് റോൾസ്, ആ കണ്ണൂർ സ്ക്വാഡിലൊക്കെ അസീസിന്റെ ഇമോഷൻസ് ഒക്കെ എനിക്ക് സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇതില് അത്തരത്തിലുള്ള ഇമോഷൻസ് ഉണ്ട്, അസീസിന്റെ കോമഡി ഉണ്ട്, അതെല്ലാം സംവിധായകനും തിരക്കഥാകൃത്തും ചേർന്ന് ഒരുക്കിയിരിക്കുകയാണ്. പിന്നെ വേറൊരു സസ്പെൻസ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിനകത്തൊരു ക്യാമിയോ, ചെറിയ ഒരു വേഷത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ബിന്ദു പണിക്കർ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ ആ ഒരൊറ്റ സീൻ കണ്ടാൽ, ഞാൻ ഇന്ന് പറയുന്നു, നാളെ നിങ്ങൾക്ക് കാണാം, ആ ഒരൊറ്റ സീൻ നോക്കിക്കോളൂ. അതില് ബിന്ദു പണിക്കർ ഇട്ടിട്ടുള്ള ചില എക്സ്പ്രഷൻസ്, മൈന്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷൻസ്, അത് തീർച്ചയായിട്ടും ചിരി ഉണർത്തും. എക്സ്പീരിയൻസ്, അഭിനയത്തിന്റെ എക്സ്പീരിയൻസ് നമുക്ക് നേരിട്ട് ദർശിക്കാൻ കഴിയും. ബിന്ദു പണിക്കർ പ്ലീസ്.